കായിക മത്സരങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം സമാരംഭിക്കും. ഈ ചടങ്ങിന്റെ വിശിഷ്ടാതിഥിയും പ്രമുഖ വ്യവസായിയും സാമൂഹിക പ്രവർത്തകനുമായ ആനന്ദ് ചെല്ലപ്പന് വേദിയിലേക്ക് സ്വാഗതം. അങ്ങോട്ട് നോക്ക്. ഇവരെയൊക്കെ ആരാ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചേ? ഏയ്, ഫോൺ ഇങ്ങ് തന്നേ. ഹലോ മിസ്റ്റർ ആനന്ദ് ചെല്ലപ്പ, ഈ ചീഫ് ഗസ്റ്റ് ഇങ്ങനെ ബലം പിടിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? ചിരിക്കണം സാർ. ചുമ്മാ ഇത്രയും സംസാരിച്ചിട്ടും എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? നിങ്ങൾ എങ്ങനെ എന്റെ അച്ഛനായിട്ട് ജനിച്ചേ? അച്ഛാ, ലെഫ്റ്റിലോട്ട് നോക്കി. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഭാരത് കോളേജിലെ ഗുരു, ഇവനാടി ആ ഗുരു. ഇവനാ അമ്പലത്തിൽ വെച്ച് നമ്മളോട് നമ്പർ ഇറക്കിയത്. മഹാരാജാസ് കോളേജിലെ ശക്തി. വേണ്ട, വിട്. നിന്നെ മത്സരാർത്ഥികൾ തയ്യാറായി കഴിഞ്ഞു. വോട്ട് മത്സരം ആരംഭിക്കാൻ പോകുന്നു. ഇതൊക്കെ എന്നാ മത്സരം? കപ്പെടുത്ത് അവന്റെ കൊടുക്ക്. അവൻ തന്നെ നമ്പർ 1. അവൻ എന്റെ ശിഷ്യനാ. പറന്നു വാ. വിജയിച്ച ശക്തിക്ക് നമ്മുടെ വിശിഷ്ടാതിഥി ആനന്ദ് ചെല്ലപ്പൻ മെഡൽ നൽകി ആദരിക്കുന്നതാണ്. വെരി ഗുഡ്. ആഗ്രഹിച്ച പോലെ തന്നെ ജയിച്ചല്ലേ ശക്തി. വലത് കൈ വാനം നോക്കി ഇടത് കാലെടുത്ത് വെച്ച് നനച്ചതെല്ലാം നിറവേറിടും. ടുടുടും ടും ടുടുടും 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 ടുടുടും ടും ടുടുടും. കയ്യെടുക്ക് കോച്ച്, അല്ലെങ്കിൽ കോച്ച് കോച്ചി കൊടുക്കും. തള്ളലേടോ കോച്ച്. പോയിരിക്കാൻ നോക്ക്. ശ്വേത, നിന്റെ ചേട്ടനെ പ്രാർത്ഥിച്ച് ജയിപ്പിച്ചത് ഞാനാ. ട്രീറ്റ് തരണം. ഇവിടെ ഇരുന്ന് സംസാരിക്കടാ. അലോൺ അലോൺ അലോൺ. ഹലോ ഗുരു, ഓട്ട മത്സരം കഴിഞ്ഞോ? ജയിച്ച ഉടനെ ഒന്ന് ഫോൺ ചെയ്യാൻ പാടില്ലേ? എന്താടാ വലിച്ചു നീട്ടുന്നേ? ചെവി ഞാൻ പൊണ്ണാക്കും കേട്ടോ. ഹലോ, പറയടാ എന്തായാലും. ഗുരുമൂർത്തി, അലോൺ, ഗുരുമൂർത്തി. ഇങ്ങനെ ഒച്ച വെക്കുന്നതിനേക്കാളും നല്ലതേ ആ ഫോൺ അങ്ങ് താഴെ വെച്ചിട്ട് നേരിട്ട് അങ്ങ് സംസാരിക്കേ. അവൻ കേട്ടോളും. എന്നടി തമാശിക്കുക? തീർച്ചയായിട്ടും അവൻ ഫോൺ ചെവിയിൽ വെച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാ പറഞ്ഞേ. ഹലോ, പറയാമ. എന്താ മോനെ, ജയിച്ചല്ലോ അല്ലേ? ഇല്ലമ്മ. എന്താ പറഞ്ഞു ഗുരു? അല്ലമ്മ, ഞാൻ ജയിച്ചിരുന്നെങ്കിൽ എന്താ നടക്കുക? നേരത്തെ കിട്ടിയ 24 മെഡലിന്റെ കൂടെ ഈ ഒരെണ്ണം കൂടി ചേർത്ത് 25 വീട്ടിൽ വെക്കും. ഇന്ന് ഞാൻ ജയിക്കാൻ ശ്രമിക്കാതെ തോറ്റുകൊടുത്തതുകൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെട്ടമ്മേ. എന്താ മോനെ നീ പറയുന്നേ? ഇന്ന് മീറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇന്നലെ കോളേജിലാണ് താമസിച്ചിരുന്നത്. യാദൃശ്ചികമായി ഞാൻ രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ കോളേജിലെ ശക്തി എന്നൊരുത്തൻ ആ ലേറ്റ് നൈറ്റിലും വളരെ ഹെവി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അവനോട് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോ ഗ്ലൂക്കോസ് കഴിക്കേ. ശക്തി, പ്രാക്ടീസ് ചെയ്ത് മതിയിടാ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. പോയി റെസ്റ്റ് എടുക്ക്. ഓ, പറ്റില്ലടാ, പേടിയാ എനിക്ക്. 10 വർഷം
എന്റെ 10 വർഷത്തെ സ്വപ്നമാടാ ഇത്. ഈ മീറ്റിൽ എനിക്ക് ജയിച്ചേ പറ്റൂ. എങ്കിലേ സ്പോർട്സ് കോട്ടയിൽ എനിക്ക് ജോലി കിട്ടൂ. നിനക്കും അറിയാമല്ലോ, അച്ഛൻ റിട്ടയർഡായില്ലേ. കുടുംബത്തെ ഞാൻ തന്നെ നോക്കണം. അനിയത്തിയുടെ കല്യാണം നടത്തണം. അതിന് ജയിക്കണം എനിക്ക്. നാളെ എനിക്ക് ജയിച്ചേ പറ്റൂ. വേറെ വഴിയില്ലടാ. ടൈമർ ഓൺ ചെയ്യും. സ്റ്റാർട്ട്. യാ. ഞാൻ അപ്പോൾ തന്നെ തീരുമാനിച്ചു അവൻ തന്നെ ജയിക്കണമെന്ന്. അമ്മ, ഇക്കാര്യം എൻ്റെ ഫ്രണ്ട്സിനും കോച്ചിനും ആർക്കും അറിയില്ല കേട്ടോ. അവരെന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അമ്മയോടൊന്നും വിളിക്കാറില്ലല്ലോ, അതുകൊണ്ട് അമ്മയോട് മാത്രം പറഞ്ഞു. വലിയ കാര്യം ചെയ്തത് ഗുരു. ആർക്കും സ്നേഹം കൊണ്ടല്ലാതെ വേറെ ഒന്നുകൊണ്ട് നിന്നെ തോപ്പിക്കാൻ പറ്റില്ല. നിന്റെ ഈ നന്മയ്ക്ക് നിനക്ക് നല്ലതേ വരും മോനെ. ഹായ്. ഹായ്. എന്താ ശേഖർ ഇനിയും കാണാത്തെ? എക്സ്ക്യൂസ് എന്താ മീ. ഇത്? Many more happy returns of the day. വാങ്ങിച്ചോളൂ. ഇപ്പോഴും നിന്റെ അച്ഛൻ തഹസിൽദാർ ദിവാകരൻ തന്നെയല്ലേ? അല്ല. ആ തഹസിൽദാർ പ്രൊമോഷനിൽ പ്യൂണായില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അച്ഛനോട് ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കൂ. ചക്രച്ചോറ് ആരാടാ ഇത്? നിന്റെ സ്വന്തക്കാരിയാ? ഇതുവരെ ഇല്ല, ഇനി എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. ഹലോ, നിങ്ങളോട് സോറി പറയാനാ വന്നേ. സ്വാമിയുടെ മുമ്പിൽ കൈകൊട്ടി ഞാൻ തോക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്റെ മുമ്പിൽ കൈകൊപ്പി സോറി പറയുന്നു. ഈ പെണ്ണുങ്ങളുടെ മനസ്സ് മനസ്സിലാവുന്നേ ഇല്ലല്ലോ പുരുഷോത്തമ. അല്ല, എന്തിനാ ഈ സോറി? നിങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിച്ചതിന്. മുരുക, കോളേജിൽ നമ്മൾ ആദ്യമേ കാലെടുത്ത് വെക്കുമ്പോ എന്താ ചെയ്യാറ്? സിഗരറ്റ് വലിച്ചു. അതല്ലടാ, ഓരോരുത്തരും നിന്ന് സത്യം ചെയ്യില്ലേ? അതെന്താ? ഇന്നു മുതൽ പെണ്ണുങ്ങളുടെ വാക്കേ കേൾക്കൂലെന്ന്. അതുകൊണ്ട് കുടിയന്റെ വാക്ക് പഴയ ചാക്ക് പോലെയാ, പെണ്ണിന്റെ വാക്ക് വെള്ളത്തിലെ വര പോലെയാ. അതുകൊണ്ട് 108 തവണ സോറി സോറി എന്ന് കൈപ്പിടൽ എഴുതാ ഞങ്ങൾ വിശ്വസിക്കാം. അതുകൊണ്ട് എത്ര അതുകൊണ്ടാടാ? എടുക്കടാ വണ്ടി. നിക്ക്. എന്തിനായിരിക്കോ എഴുതി തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ എങ്ങനെയാ? വെയിറ്റ് ചെയ്യ്. ഇതെന്നാടാ പേപ്പർ ഫ്ലാസ്കിനകത്ത് കൊണ്ട് നടക്കുന്നത്? ഇതെന്താ വാൽമീകി രാമായണം ട്രാൻസ്ലേറ്റ് ചെയ്യണം? കൂട്ടുകാരല്ലടാ. ഗുരുവേ ശരണം. പേര് അഭിനയ. പഠിപ്പ് BSc ഫാഷൻ ടെക്നോളജി. ഇഷ്ടം ഗുരു ഗുരു ഗുരു. ഇഷ്ടപ്പെട്ട ചിത്രം കമൽ അഭിനയിച്ച ഗുരു. രജനി അഭിനയിച്ചതിൽ ഗുരു ശിഷ്യൻ. ഇഷ്ടപ്പെട്ട സംവിധായകൻ ഗുരുദത്ത്. ഇഷ്ടപ്പെട്ട സ്ഥലം ഗുരുവായൂർ. ഇഷ്ടപ്പെട്ട പക്ഷി കുരുവി. ചുരുക്കത്തിൽ വിട്ടുകൊടുക്കുന്ന മനസ്സുള്ളവനെ കാണുക വളരെ അപൂർവം. അതിലും പ്രത്യേകിച്ച് തനിക്ക് ലഭിക്കേണ്ട ജയവും പ്രശസ്തിയും വിട്ടുകൊടുക്കുന്ന ഒരാളെ കാണുക. അങ്ങനെ ഞാൻ കാണുന്ന ആദ്യത്തെ വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾ പേരിൽ മാത്രമല്ല, എല്ലാത്തിലും ഗുരു. ഇങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ എന്തിനാ മാപ്പ് ചോദിക്കുന്നേ? നിങ്ങളെ തന്നെ ചോദിക്കാലോ. ചോദിച്ചോട്ടെ, എന്റേത് മാത്രം.
എന്തു പറ്റിയടാ? ഏയ് എന്താടാ, എന്തു പറ്റി? ഒന്നുമില്ലടാ. രേണുവില്ലേ, ആ നമ്മുടെ കോളനിയിലെ ടെറസിന്റെ മുകളിൽ നിന്ന് കാല് തെറ്റി താഴെ വീഴുന്ന പോലെ തോന്നി എനിക്ക്. നീ എന്തായി പറയുന്നത്? ആ സ്ഥലം മുഴുവൻ മഞ്ഞു മൂടിക്കിടന്നിരുന്നു. ചുമ്മാ നിനക്ക് എന്തെങ്കിലും തോന്നിയായിരിക്കും. വാ വാടാ. ഇല്ലടാ, ഹലോ, ആ, 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 ഞാനാ ഗുരുവാ സംസാരിക്കുന്നത്. പറയൂ ഗുരു. ഒന്നുമില്ല, രേണു അല്ല, പറയ്. കഥ കടച്ചിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയം. ഒന്ന് നോക്കി പറയാമോ? പോയി നോക്കട്ടെ. പൂട്ടിയിട്ടുണ്ട് ഗുരു. ആ, താങ്ക്സ്. ആ ആ ഹലോ, രേണുക ഇല്ലേ? ഇല്ല ഗുരു, അവള് സ്കൂളിൽ നിന്ന് ടൂർ പോയിരിക്കുക. വരാൻ 4 ദിവസം എടുക്കും. ഇറങ്ങിയിട്ട് 1 അവറായി. ഇപ്പൊ താമ്പരം കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ ഗുരു? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ശരി ശരി, ഓക്കെ. എന്താടാ? അവള് ടൂറ് പോയേക്കാടാ. വരാൻ 4 ദിവസം ആവുന്നു. റിലാക്സ്, വാ നീ വാ. Bye. Bye bye. അമ്മ, എന്താടി? ടൂറ് ക്യാൻസൽ ആയിപ്പോയി. സൗത്ത് സൈഡിലെ ഭയങ്കര മഴയാണെന്ന്. എന്താടി നീ പറയുന്നേ? അവിടെ എല്ലാം വെള്ളം വന്ന് അടുത്ത ആഴ്ച പോവാന്ന് പറഞ്ഞു. ഇതിനാണ് എന്റെ മോള് മൂടോട്ടാവുന്നേ. അമ്മ നിനക്കൊരു സർപ്രൈസ് തരട്ടെ. എന്താ അമ്മ? ഒരു മിനിറ്റ്. ആ. ഹായ്. പോയി കളിച്ചോ. രേണു, ഇങ്ങ് വന്നേ. ഗുരു അങ്കിള് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഡയൽ ചെയ്തു തരാം, സംസാരിച്ചോ. നോട്ട്സ് എഴുതിക്കോ. ഏയ് മുരുകൻ, സെൽ ഫോൺ ഓഫ് ചെയ്യ്. സാറായിരുന്നോ? All students, switch off your mobiles. അങ്കിളുടെ ഫോൺ സ്വിച്ച് ഓഫില്ല. പിന്നെ സംസാരിക്കാം. ശരി അമ്മ. സൂക്ഷിച്ച് കളിക്കണം കേട്ടോ. സോറി ഗുരു. രേണു, രേണു,
ആ